വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനകളെ ഇന്ന് പകൽക്കാലം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുങ്ങിയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം ശക്തവും വ്യക്തമായി വിളിച്ചു പറയുന്നു. ചില കെട്ടുകളെ ഇന്ന് പകൽക്കാലം അഴിക്കുന്ന പകൽക്കാലം, ചില ബന്ധനങ്ങളെ അഴിക്കുന്ന പകൽക്കാലം, തലമുറകളെ മുന്നോട്ട് വിടുകയില്ല, വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ ആമേൻ വാദിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം നീ ദൈവപാദപീഠത്തിൽ ഒന്ന് കൊടുക്കുവാൻ, നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിപ്പാൻ നീ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ ദേശത്ത് വാലല്ല തലയാക്കും, ഉന്നതങ്ങളിൽ വാഹനമേറ്റും. ആമേൻ. തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം കഷ്ടതയിൽ നിലവിളിക്കുന്ന ദൈവമക്കളായി തീരട്ടെ. ആമേൻ. നമ്മൾ അനുഗ്രഹത്തിലും ആമേൻ നമുക്ക് കഷ്ടം വരുമ്പോൾ നമ്മൾ നിലവിളിക്കുമെന്ന് ചോദിച്ചാൽ ദൈവജനം നിലവിളിക്കും അല്ലേ? ആമേൻ. ദൈവമക്കൾ നിലവിളിക്കും. ആമേൻ. അനുഗ്രഹത്തിലോ? അനുഗ്രഹത്തിൽ ദൈവസന്നിധി നിലവിളിക്കുവോ? ഇല്ല. പക്ഷേ എങ്കിൽ സന്തോഷ കണ്ണീര് വരും. ഇന്ന് പകൽക്കാലം കർത്താവ് വിളിച്ചു പറയുന്നു, ഇന്ന് നമ്മുടെ പകൽക്കാലം സന്തോഷ ദിനത്തിന്റെ ദിനമാണ്. ആമേൻ. അനുഗ്രഹത്തിന്റെ ദിനമാണ്. ആത്മമണ്ഡലത്തിൽ മുന്നോട്ട് വിടുവാൻ അത് തടഞ്ഞു വെച്ചിരിക്കുന്ന ചില കെട്ടുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് അഴിക്കും. ആമേൻ. നമ്മൾ രണ്ട് സഭയ്ക്കകത്തും നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ ചുരുക്കമേരെന്ന് പറഞ്ഞാലും കർത്താവ് ഇത്രയും പേരെ കർത്താവ് ഒരുക്കിയെടുക്കാൻ പോകുന്ന ദിനമാണ്. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 പരം കുടുംബത്തെ കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആവശ്യമുണ്ട്. ആമേൻ. കർത്താവ് എന്താ പറഞ്ഞു? വിളിക്കപ്പെട്ടവർ അനേകരാ, തെരഞ്ഞെടുക്കുന്നവർ ചുരുക്കമാ. കൊയ്ത്തോ ഏറെ, വേലക്കാരോ ചുരുക്കമാ. ഈ പകൽക്കാലം കൊയ്ത്തിലേക്ക് ചിലരെ അയക്കേണ്ടതിനായി ആമേൻ ആമേൻ ഇന്ന് പകൽക്കാലം കൊയ്ത്തിലേക്ക് നമ്മളെ അയക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നമ്മൾ ഒരുക്കമുള്ളവരായി തീരട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവരവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ആമേൻ. കഷ്ടതയിൽ നിലവിളിച്ചപ്പോൾ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയിലുണ്ട്. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതുകൂടെ ഒന്ന് വായിച്ച് അതിന്റെ 18 മുതൽ 18. മതി. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം വ്യക്തമായി വീണ്ടും തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ. അതിന്റെ 18 ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. ഇനിയും നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം വ്യക്തമായി യെശയ്യാപ്രവാചകൻ വ്യക്തമായി നമ്മോട് അറിയിക്കുന്നു, ഇനി നിന്റെ ദേശത്ത് ശൂന്യവും നാശവും ഭവിക്കുകയില്ല. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം അത് ഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മളെ പ്രകാരമായിരിക്കണമെന്ന് ചോദിച്ചാൽ ആമേൻ ദൈവസന്നിധിയിലെ ഇന്ന് 3 വെള്ളിയാഴ്ച കാലം കൊണ്ട് ഇവിടെ സ്ഥിരമായി ആമേൻ ദൈവത്തിന്റെ ഭക്തന്മാരും ദൈവമക്കളും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആമേൻ. കർത്താവ് എന്താ പറഞ്ഞ്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വകജാതികൾ നീങ്ങിപ്പോകുകയില്ല. ആമേൻ. ഈ ദിനകാലം കഴിഞ്ഞ ഈ 2026 പ്രഭാതത്തിൽ സിസ്റ്ററെ ദൈവാത്മാവ് കാണിച്ചതുപോലെ ഇന്നു പ്രഭാതത്തിലും എൻ്റെ ദൈവാത്മാവ്, അന്ന് എനിക്ക് പറയാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ടായിരുന്നു. ആമേൻ. എഴുന്നേറ്റ് ദേവദാസൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എന്തോ ഒന്ന് പറഞ്ഞു ഇരുന്ന ഒരവസ്ഥയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് സിസ്റ്ററോട് ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ഉണർന്നു പ്രാർത്ഥിക്കുക. ആമേൻ. ഉണർന്നു പ്രാർത്ഥിപ്പാൻ കർത്താവ് വ്യക്തമായി ദൈവാത്മാവ് ആലോചന തന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് തന്ന ആലോചന ഈ സങ്കീർത്തനവും തന്ന് ദൈവദാസനെ കാണിച്ചു, വേറൊരു കുടുംബത്തെ കാണിച്ചതെന്ന് എനിക്ക് വ്യക്തമായില്ല. ആമേൻ. ആമേൻ. പിന്നെ കണ്ടത് സിസ്റ്ററെയാ. ദൈവാത്മാവ് പറയുന്നു ആമേൻ വ്യക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉപവാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ആരാധനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വചനവായനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്കറിയില്ല. ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു ആമേൻ ഉണർന്നു പ്രാർത്ഥിപ്പാൻ കർത്താവ് പറയുന്നു. ആമേൻ. ചില വഴികളെ, ചില നന്മകളെ, ചില അനുഗ്രഹങ്ങളെ, തലമുറകളുടെ നന്മകളെ ആമേൻ വേണം പോലെ കാണാതിരിക്കുവാൻ കഴിയാതെ വണ്ണം ചില കെട്ടപ്പെടുന്ന, ചില ഇരുട്ടിലാക്കുന്ന ചില അവസ്ഥകളുണ്ട്. ആമേൻ. അതിനു മറികടക്കുവാൻ ആമേൻ
അവർ തങ്ങളുടെ കഷ്ടതയിലെ യഹോവയോട് നിലവിളിച്ചു. ആമേൻ. ആ ഞെരുക്കങ്ങളിൽ നിന്ന് വിടിവിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയും പോലെ അതിന് താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു സിസ്റ്റേ. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യം പ്രകാശവും നിന്റെ ദൈവവും നിന്റെ തേജസ്സുമാകുന്നു. ആമേൻ. അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമായ നമ്മൾ ഇന്ന് പകൽക്കാലം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇനി നമുക്ക് പകൽ സമയത്ത് സൂര്യനല്ല മഴയാ. നമുക്ക് വെട്ടമുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നാന്നോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? രണ്ടും പറയുന്നുണ്ട്. ഇല്ല. ആമേൻ. ഇനി പകൽ നേരത്ത് വചനം ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യം പ്രകാശവും നിന്റെ ദൈവവും നിന്റെ തേജസ്സുമായിരിക്കും. ആമേൻ. ആമേൻ. അപ്പം വെളിച്ചമുണ്ടോ? ഇല്ല. ആമേൻ. മഴ പെയ്തുകൊണ്ടിരിക്കുക, വെളിച്ചമുണ്ടോ? പകൽ സമയത്ത് ഉണ്ടോ? സൂര്യനുണ്ടോ? ഇല്ല. രാത്രി ചന്ദ്രനുണ്ടോ? ഇല്ല. ഇത് രണ്ടുമില്ല. ഇതൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, പകൽ നേരത്ത് നിനക്ക് നിലാവട്ടം തരുന്ന ചന്ദ്രനല്ല നിലാവട്ടം തരുന്നത്, സൂര്യനല്ല നിനക്ക് എന്ത് തരുന്നത്? വെളിച്ചം തരുന്നത്. ഇന്നു പകൽക്കാലം തിരുവചനം വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ഞാൻ നിനക്ക് നിത്യം പ്രകാശവും നിന്റെ ദൈവവും നിന്റെ തേജസ്സുമായിരിക്കും. ആമേൻ. ഇന്നു പകൽക്കാലം ദൈവ തേജസ് അനുഭവിച്ചറിഞ്ഞ ദൈവജനമേ, ഇന്നു പകൽക്കാലം നമ്മളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തി കൊടുക്കണം. ആമേൻ. ആമേൻ. ഈ ലോകം ആമേൻ നന്നായി ആയെന്നോ പൊയ്ക്കൊണ്ടിരിക്കുന്നേ? അല്ല. ആമേൻ. ഇത് ദുഷ്കാലമാ. വ്യക്തമായി തിരുവചനം പറയുന്നത് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞത് ഇപ്രകാരം, റാന്തിയുടെ പ്രദേശത്തെക്കുറിച്ച് ദൈവാത്മാവ് കാണിച്ചു. ആമേൻ. കോവിഡ് വന്നത് ഏത് ദേശത്താൻ? എവിടെയായിരുന്നു? ആദ്യം റാന്തിയ അല്ലേ? പ്രളയം വന്നത് എവിടെയായിരുന്നു? ആമേൻ. ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാ? ആമേൻ. ചില ദേശങ്ങളിൽ ദൈവജനമുള്ള ദേശത്താണെങ്കിലും ആമേൻ ദേശത്ത് വ്യാപരിക്കുന്ന കുടിയിരിപ്പിന്റെ ചില ശക്തികളെ ഉണ്ട്. ആമേൻ. ആമേൻ. സ്വർഗത്തിന് കീഴ് ഭൂമിയിൽ നമ്മളെല്ലാ ദൈവദാസന്മാർക്കും സഭകൾക്കും വേണ്ടി ദേശത്തിനും വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളെ കണ്ടതാ അല്ലേ? നമ്മൾ ലോകം അറിയപ്പെടുന്ന പ്രവാചകനും പ്രവാചകിയും ഒന്നും അല്ലെങ്കിലും കർത്താവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രാർത്ഥിപ്പാൻ കൃപ തന്നിട്ടുണ്ട്. ആമേൻ. പ്രാർത്ഥിപ്പാൻ കൃപ തന്നിട്ടുള്ള മക്കൾ ഉണർന്നു പ്രകാശിക്കണം. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററേ. ആ ആ ആ ആ ആ മതി. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു ജാതികളെ മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കണം. ആമേൻ. എവിടുന്ന് എഴുന്നേൽക്കണം? ശത്രുവിന്റെ പിടിയിൽ ചടകുടഞ്ഞ് എഴുന്നേൽക്കണം. ആമേൻ. നമ്മൾ പ്രാർത്ഥിപ്പാൻ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ മുടക്കുന്ന, അലക്ഷ്യമാക്കി കളയുന്ന അന്ധകാര കെട്ടിനോട് ഇന്ന് പകൽക്കാലം നമ്മൾ വിട പറയണം. ആമേൻ. ദൈവജനമായ ദൈവദാസന്മാരാ ദൈവ മക്കളായ ദൈവജനത്തെ എന്ത് ചെയ്യുന്നില്ല? വേണം പോലെ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ മുന്നോട്ട് വിടുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നമ്മൾ അന്ധകാരത്തിൽ നിന്ന് എഴുന്നേൽക്കണം. നമ്മുടെ പ്രാർത്ഥനയെ മുടക്കുന്നു, ആരാധനയെ മടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, കുടുംബ മണ്ഡലത്തിനകത്ത് പിശാച് കയറി. ആമേൻ. ആമേൻ. നന്നായി നമ്മൾ ഇന്ന് ആരാധിച്ചില്ലേ? ആരാധിച്ചില്ലേ? ആരാധിച്ചു. എനിക്ക് തോന്നുന്നു ഒത്തിരി ദിവസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒന്ന് ആരാധിച്ചേ, അല്ലയോ? ആമേൻ. ആമേൻ. ദൈവാത്മാവ് ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൂതും നമ്മളെ കേൾപ്പിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ദൂത് കേട്ടു പോകുന്നവരായിട്ടല്ല, പിന്നെയോ നിന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. എവിടെയാ കാത്തിരിക്കുന്നത്? ആമേൻ. ദൈവപാദപീഠത്തിൽ കാത്തിരിപ്പാൻ തയ്യാറായാൽ, പ്രാർത്ഥന ഉയരുവാൻ തയ്യാറായാൽ, ആമേൻ, പ്രാർത്ഥന ഉയരുന്നില്ല. ആമേൻ. ചില വ്യക്തികൾക്ക്, ചില കുടുംബ മണ്ഡലത്തിനകത്ത് ആത്മാവിലെ പ്രാർത്ഥന ഉയരുന്നില്ല. ആമേൻ. പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആമേൻ. കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആത്മാവിലെ പ്രാർത്ഥന ഉയരുന്നില്ല. ആമേൻ. ആമേൻ. അന്ധകാരത്തിലിരിക്കുന്നവരെ അത്ഭുതമാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കണമെങ്കിൽ ജഡത്തിൽ പറ്റുമോ? പറ്റുമോ?
ഇല്ല, അവിടെ ആത്മാവ് പരിവർത്തിക്കണം. ആമേൻ. കല്ലായുള്ള ഹൃദയങ്ങളെ നീക്കി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ആമേൻ. പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്ന, കല്ലാക്കി കളയുന്ന അന്ധകാരക്കെട്ടിനോട് ഇന്ന് പകൽക്കാലം നമ്മൾ വിട പറയണം. ആമേൻ. വിട പറയാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഉണർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ പ്രാപിച്ചുകൊണ്ട് നമ്മൾ മടങ്ങിപ്പോകുവാൻ ഇടയായി തീരും. ആമേൻ. ജഡത്തിലെ പ്രവൃത്തികളെ നമ്മൾ അഴിച്ചു മാറ്റി, ആമേൻ, മനഃപൂർവ്വമായി ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണം. ആമേൻ. നമ്മൾ നന്നേ ഒരു ആരാധനയൊക്കെ കഴിഞ്ഞ് ആലയത്തിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, ആമേൻ, നിസാരമായ ചില ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരും. നമ്മുടെ ആത്മാവ് അവിടെ പോയില്ലേ? പെട്ടെന്ന് നമുക്കൊരു കോപം വന്നു, ഒരു ഭയം വന്നില്ലേ? വന്നു. ആത്മാവുണ്ടോ? ഇല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പ്രാപിപ്പാൻ, ആമേൻ, നമ്മൾ തയ്യാറായാൽ ഇന്നു പകൽക്കാലം, ആമേൻ, നാളെ എന്നല്ല, ആമേൻ, അത് നമ്മുടെ വിഷയമല്ല. ആണോ? അല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഉണർത്തിക്കുന്നു. ആമേൻ. ദൈവസാന്നിധ്യത്തിൽ നമ്മൾ സമർപ്പിച്ച്, ആമേൻ, നമ്മൾ പാരമ്പര്യം പറഞ്ഞ്, ആമേൻ, ഇരിക്കുവാനൊക്കെ നമ്മളുണ്ട്. പക്ഷേ എങ്കിൽ കർത്താവ് പറയുന്നു, നമുക്ക് പലപ്പോഴും പ്രാർത്ഥിച്ച് മുന്നേറണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ആന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? എന്തു പറ്റുന്നില്ല? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആമേൻ. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ 4 പേര് കൂടുമ്പോൾ നമ്മൾ പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, അല്ലയോ? വചനമൊക്കെ കേൾക്കും. പക്ഷെ നമ്മുടെ ഭവനത്തിലെത്തും മുമ്പേ എന്ത് ചെയ്യും? ആത്മമണ്ഡലത്തെ എന്ത് ചെയ്യും? പിശാച് കവർന്നെടുത്ത് വലിച്ചു മാറ്റിക്കൊണ്ട് വെക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനമേ, ആമേൻ, ദൈവാത്മാവ് ഉണർത്തിക്കുന്നത്, ദൈവാത്മാവ് ഇടപെടുന്നത്, ആമേൻ, നമ്മൾ ആത്മാവിൽ പോരാടുന്നവരായി തീരണം. ആമേൻ. ജഡത്തിൽ നമുക്ക് പോരാട്ടമുണ്ട്, അല്ലേ? ജഡം ബലഹീനമാ, ആമേൻ. എങ്കിലും ആത്മാവ് നമുക്ക് എന്ത് ചെയ്യണം? ബലമുള്ളതാക്കി തീർക്കണം. അതിന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥന, ഉപവാസം, പ്രാർത്ഥന, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോ ദിനത്തിലും ആത്മാവിൽ മുന്നേറണമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് പുറകോട്ട് നമ്മളെ വലിച്ച അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്ന, ആത്മമണ്ഡലത്തെ കെട്ടുന്ന അന്ധകാരക്കെട്ടിനോട് ഇന്ന് പകൽക്കാലം വിട പറയണം. ആമേൻ. നമ്മൾ ആരാധിപ്പാൻ തയ്യാറായാൽ, പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. ആമേൻ. ദൈവം തെരഞ്ഞെടുത്ത പാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം, ആമേൻ, നമ്മൾ അനുസരണയുള്ളവരാ, അല്ലേ? ആണോ? അല്ലയോ? അതോ ശൗലിനെ പോലാണോ? ശൗലാണോ പൗലോസാണോ? ചോദിക്കും. രണ്ടും ഒന്നാ, അല്ലയോ? നമ്മൾ ശൗലായിരിക്കുന്ന സമയമായിരിക്കുമോ? നമ്മൾ പൗലോസായിരിക്കുന്നതായിരിക്കുമോ? നമുക്ക് ഏതാ ഏറെ ഇഷ്ടം? പൗലോസല്ലേ? നമുക്ക് അനുസരണക്കേട് വേണോ? വേണ്ട. ഇത് ഞാൻ എഴുതിക്കൊണ്ട് വന്ന വചനമല്ല. ആണോ? അല്ല. നിങ്ങളൊക്കെ 1000 വട്ടം എന്നെ കാട്ടി കൂടുതലൊക്കെ നിങ്ങൾ വായിച്ച് അതിന് നല്ല ഗ്രഹിപ്പാൻ എല്ലാ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവര്, അല്ലയോ? ലിലി സിസ്റ്ററെ, സിനി സിസ്റ്ററെ, ഇവിടെ ഇരിക്കുന്ന സിസ്റ്ററെ, മറ്റേ സാലി സിസ്റ്ററെ, എനിക്ക് തോന്നുന്നു മാങ്കോടിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ദൈവജനമേ ഉള്ളൂ വചനത്തിൻ്റെ അത്ര കാര്യങ്ങളൊന്നും അറിയാത്തവർ, അല്ലയോ? ബാക്കി എല്ലാവരും ഇതെല്ലാം നന്നായി അറിയാവുന്നവരാ, അല്ലേ? പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ആമേൻ, നമ്മളെ ഒന്നുകൂടെ ദൈവത്തോടെ നടിപ്പിക്കുവാൻ നമ്മളെ കർത്താവ് ആഹ്വാനം ചെയ്യുക. ആമേൻ. നമുക്ക് നന്നായി ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, സഭയോടെ ബന്ധത്തിലുള്ളതായ രോഗപ്പെട്ട് കിടക്കുന്ന 3 കുടുംബത്തെ പ്രഭാതത്തിൽ ദൈവാത്മാവ് കാണിച്ചു. നമ്മൾ ഇവിടെ ആത്മാവിൽ ആരാധിച്ചാൽ ആ കുടുംബത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ മതിയായ ദൈവമാണ്. ആമേൻ. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് കൊണ്ട് നമുക്ക് സ്തോത്രം വരണ്ട, അന്നോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ നമ്മുടെ സഭയായി ബന്ധപ്പെട്ടിരിക്കുന്നതായ 3 കുടുംബത്തെ ദൈവാത്മാവ് കാണിച്ചിട്ട് പറയുന്നു, അനേക ദിനങ്ങൾ കൊണ്ട് ആ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒരു വിടുതൽ കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, മരിച്ചു നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം നാറ്റം വെച്ചാലും ഉയർപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് കൊണ്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കിയ ദൈവം ഇന്ന് പകൽക്കാലം ചില ദൈവ പ്രവർത്തികളെ കർത്താവ് വെളിപ്പെടുത്തും. ആമേൻ. സൗഖ്യമാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആരോഗ്യം തരുവാൻ, ആമേൻ, ഇന്ന് പകൽക്കാലം നമുക്ക് ആരാധിപ്പാൻ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ആരാധനയിൽ വരെ വന്നു ചേരുവാൻ നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ജഡത്തിൽ ചിലർക്ക് പ്രഷർ, ഷുഗർ, അങ്ങനെ പല രോഗങ്ങൾ കാണുമായിരിക്കാം, അല്ലേ?
സഹോദരിമാർക്കും കാണും, എല്ലാവർക്കും ഉണ്ട്. ആർക്കും ഇന്ന് ഇത് പറയപ്പെട്ട രോഗമില്ലാത്തവരില്ല. പക്ഷേങ്കിൽ ഇന്നു പകൽക്കാലം നമുക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കകത്ത് വന്ന് ആരാധിപ്പാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ കർത്താവ് നമ്മളെ കൃപയാക്കി. ആമേൻ. എത്രയോ പേർ ഭവനത്തിലും ഹോസ്പിറ്റലിലും കിടന്ന് അയ്യം വിളിക്കുക. എന്തിനാ? നിങ്ങൾക്കൊക്കെ അറിയാം, യൂട്യൂബിലൊക്കെ ഉള്ള ഒരു പെങ്കൊച്ച, എന്നെ കർത്താവ് ഒന്ന് വിടുവിച്ചാൽ ഞാൻ ലോകമെങ്ങും സാക്ഷിയായി തീരും. നീ ആരോഗ്യത്തോടെ നടന്നപ്പോൾ നീ ദൈവത്തെ സ്തുതിച്ചോ? ഞാൻ ആളും പേരും ഒന്നും പറയുന്നില്ല. ഒരു ചിലർക്കൊക്കെ ഈ ഇരിക്കുന്ന സഹോദരിക്ക് മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സിനി സിസ്റ്റർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലിലി സിസ്റ്റർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. ഈ നിങ്ങളൊക്കെ കേട്ടതായിരിക്കാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പെട്ടെന്ന് ഒരു ഹീമയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു അനുഭവം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ നോക്കിയ പാപ്പ ഇതല്ലേ ഒരു സാക്ഷ്യം കേട്ടതാ. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കട്ടെ. ആമേൻ. ദൈവം ചില സമയത്ത് ചില വിഷയങ്ങൾ ചിലർക്ക് കൊടുക്കും. അതെന്തിനാ? അവരുടെ തിന്മയ്ക്കാണോ? അല്ല, ദൈവജനത്തിന് അത് തിന്മയ്ക്കല്ല. ആമേൻ. ലാസറിന്റെ മരണം തിന്മയ്ക്കായിട്ടായിരുന്നോ? അല്ല, ദൈവനാമ മഹത്വത്തിനായി തീരുവാനാ. ആമേൻ. അങ്ങനെയെങ്കിൽ ആ വ്യക്തി മരിച്ചു 4-ാം ദിവസം ഉയർപ്പിച്ചെങ്കിൽ നമ്മളും പട്ടുപോകേണ്ട സമയം അതിക്രമിച്ചതല്ലേ? അനേക നാളുകൾക്ക് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാതെ കെട്ടപ്പെട്ട് കിടന്ന കഴുതപ്പുറത്ത് എൻ്റെ കർത്താവ് കയറിയപ്പോൾ ലോകക്കാർ മിണ്ടാതിരുന്നോ? ഇല്ല. ആമേൻ. നമ്മൾ കെട്ടപ്പെട്ട അവസ്ഥയില്ല. ആത്മമണ്ഡലത്തെ കെട്ടിവെച്ചുകൊണ്ട് ഭൗതിക നന്മയെ തരുകയില്ലെന്ന് പറഞ്ഞു വാദിക്കുന്നതായ ചില അന്ധകാരത്തിന്റെ കെട്ടുകളെ ഇന്നു പകൽക്കാലം അഴിക്കുവാൻ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് അഴിക്കുവാൻ തയ്യാറായാൽ ഇന്നു പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ എന്നും കെട്ടപ്പെട്ടവനായി കെട്ടപ്പെട്ടവളായി ഇരുപ്പാനല്ല, അന്ധകാരത്തിൽ ഇരുപ്പാനല്ല, അന്യാരാധനയിൽ ഇരുപ്പാനല്ല, ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ ഞാൻ നിന്നെ കണ്ടതാ. ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ചില ബന്ധനങ്ങളെ അഴിക്കട്ടെ. ഇന്ന് പകൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിന്മേൽ വ്യാപരിക്കുന്ന ദൈവജനത്തോടെ, ആമേൻ, ദേശത്തുള്ളതായ ജനത്തോട് പോരടിക്കുന്ന സകല അന്ധകാര പോരുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് അഴിക്കണം. ആമേൻ, ആമേൻ. ചുരുക്കം ദൈവമക്കളായ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, കർത്താവ് പറഞ്ഞു 3 കുടുംബം. ആമേൻ. ഈ ദിനത്തിൽ അത് നമ്മളെ പോലുള്ളവരൊന്നുമല്ല, നമ്മളൊക്കെ സാധുവായവര്. കർത്താവ് പറഞ്ഞു അനുഗ്രഹിതരായ 3 കുടുംബം, അത് 300 കുടുംബത്തിന് തുല്യമായി തീരുന്ന 3 കുടുംബത്തെ കർത്താവ് സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ പോവാം. ആമേൻ. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ആമേൻ. 1 അല്ല 2 അല്ല 3 കുടുംബം, 300 കുടുംബത്തിന് തുല്യമായി നിൽക്കുന്നതായ 3 കുടുംബത്തെ കർത്താവ് ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ പോകുന്നുവെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ആമേൻ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. സഭ ശൂന്യമായി കിടക്കുവാനല്ല, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് കരയുവാൻ ഇടയായാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, 3 മാസത്തിന് തികയുന്നതിന് മുമ്പേ ആ വ്യക്തികളെ കർത്താവ് ഈ ആലയത്തിനകത്ത് കൊണ്ടുവരും. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അതങ്ങനെ സംഭവിക്കും. ആമേൻ. UK പ്രദേശത്ത്, മൂത്ത തലമുറ നിൽക്കുന്ന ദേശത്ത്, ആമേൻ, ആ ദൈവദാസനുമുണ്ട്, മകനുമുണ്ട്. വേറെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ, ഇത്രയും ദൂരത്തിൽ നിന്ന് നിനക്ക് ആരാധനയ്ക്ക് പകരം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല മമ്മി, പക്ഷേ എങ്കിൽ ഇവിടെ അടുത്തൊരു ദൈവദാസനുണ്ട്, ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പറഞ്ഞു, അന്ന് ആരാധനയ്ക്ക് പോയിട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ആമേൻ, മോനെ, ഈ ആരാധനയ്ക്ക് വേണ്ടി നീ ഉണർന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ചില വ്യക്തികളെ കർത്താവ് ഉണർത്തുന്നത് എന്തിനാ? നമ്മളിവിടെ ഇത്രയും പേരിരിക്കുന്നു, ഇതിനകത്ത് നിന്ന് കർത്താവ് ചിലതിനെ ഇങ്ങനെ നോക്കി തിരഞ്ഞെടുക്കും. എന്തിനാ? കർത്താവ് ലില്ലി സിസ്റ്ററെ തിരഞ്ഞെടുത്തതാ, സാലി സിസ്റ്ററെ തിരഞ്ഞെടുത്തതാ, സിനി സിസ്റ്ററെ തിരഞ്ഞെടുത്തതാ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് കർത്താവ് തിരഞ്ഞെടുത്തതാ. അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിപ്പാൻ നല്ല കഴിവുള്ള ദൈവജനത്തെയാ. ആമേൻ. ആലയത്തിനകത്തു വന്നുവെങ്കിൽ അതൊരു കൃപയാ. ആമേൻ. പിന്നെ പോരാങ്കിൽ കർത്താവ് പോകാൻ നേരം അനുഗ്രഹിക്കപ്പെട്ട ഒരു പാക്കേജൊക്കെ തന്നാ വിടുന്നത്. എന്തിനാ? കൃപ എന്നൊരു പാക്കേജ്. അതെന്തിനാ? നമ്മുടെ നിത്യത വരെ. ആമേൻ. അത് നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ലോകത്തിൽ നമുക്ക് കഷ്ടം വരും, എങ്കിലും കർത്താവ് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടണം. ആമേൻ. ലോകത്തിലെ കഷ്ടം കണ്ടുകൊണ്ട് നമ്മൾ ഈ കൃപയെ മാറ്റിവെക്കുവോ? ഇല്ല, മാറ്റിവെക്കുന്നവരുണ്ട്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ദൈവജനമല്ല. ആമേൻ. ദൈവം കൊടുത്ത ആയുസ്സിനെയും ആരോഗ്യത്തെയും, ആമേൻ,
കർത്താവ് നമുക്ക് ആരോഗ്യം തന്ന ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് നമുക്ക് കഷ്ടമാതെ നാളെ കർത്താവ് അനുഗ്രഹം തരും. ആമേൻ, ആമേൻ. പക്ഷെ ഈ അനുഗ്രഹം വരുമ്പോൾ ആരുണ്ടായിരിക്കണം? വാഗ്ദത്തം കേട്ട നമ്മൾ വേണം, വേണ്ടേ? ആമേൻ. ഇന്നത്തെ കഷ്ടമല്ല നാളെ നമുക്ക് വരാമോ? ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കും, ദൈവജനത്തെ ദൈവം മാനിക്കും. ആമേൻ, ആമേൻ. ഇന്നു പകൽക്കാലം ദൈവജനത്തെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. നമ്മുടെ കണ്ണീര് കാണാതെ നിലവിളി കേൾക്കാതെ ഇരിക്കുന്ന ഒരു അപ്പനല്ല, ആണോ? അല്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ. ശക്തമായി നമ്മൾ ഈ പ്രഭാതം മുതൽ കർത്താവ് പറയണം, അധികാലത്ത് കർത്താവെ എന്നെ ഉണർത്തണം. ആമേൻ. അധികാലത്ത് ഉണർന്ന് ദൈവസന്നിധി മുട്ടുമടക്കണം. ആമേൻ. മുട്ടുമടക്കണം. ആമേൻ. മുട്ടുമടക്കാൻ കഴിയത്തില്ലെങ്കിലും കർത്താവെ സ്തോത്രം പറഞ്ഞ് ഒന്ന് മുട്ടുമടക്കി ഒരു വാക്ക് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ആമേൻ, നമ്മുടെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥം നമ്മുടെ ഉള്ളിൽ വരും. ആമേൻ. എന്നാ ചോദിക്കും, മുട്ടുമടക്കിയെങ്കിലേ വരുമോന്ന്. ആമേൻ. മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഒരു ശക്തിയാണ്, അല്ലേ? ഞാൻ അനുഭവിച്ചറിയുന്ന ഒരാളാണ്. ആമേൻ. കാരണം എനിക്ക് എത്ര വയ്യാങ്കിലും നടുവയ്യാങ്കിലും ആമേൻ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, എത്ര വയ്യാങ്കിലും ആമേൻ, ഒരു 5 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിലൊന്നും മുട്ടുമടക്കാതിരിക്കത്തില്ല. ആമേൻ, ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം നമ്മുടെ ഭവനത്തിലായാലും നമ്മൾ ചർച്ചിൽ വരുമ്പോഴും നമ്മൾ ചുരുക്കം വ്യക്തികളെ ഉള്ളൂ. പറ്റുമെങ്കിൽ നമ്മൾ ഒന്ന് മുട്ടുമടക്കി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മളൊന്ന് എഴുന്നേറ്റേ. ആമേൻ. എന്നൊന്നില്ലാത്തൊരു സന്തോഷം കർത്താവ് നമുക്ക് തരുവാനിടയാകും. ആമേൻ. നമുക്ക് കസേരയിലിരുന്നാലും ആരാധിക്കാം, താഴെ ഇരുന്നാലും ആരാധിക്കാം, അല്ലേ? ആരും പൂർണ്ണമായി താഴെ ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമ്മൾ അങ്ങോട്ട് താന്നൊന്ന് മുട്ടുമേലിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒന്ന് താണിരിക്കുന്ന ഒരു അനുഭവമാണ്. ആമേൻ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം എടുക്കേണ്ട പറയുന്നുണ്ട് വ്യക്തമായി, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനമേ, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കും. ആമേൻ. അപ്പൊ ദേശത്ത് സൗഖ്യം വരേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തി ഒന്ന് കൊടുക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ആമേൻ, നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ തയ്യാറായാൽ ആമേൻ, നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, വേണ്ടേ? ദേശത്തിന്റെ കാവൽക്കാരനും കാവൽക്കാരിയും ആക്കി വെച്ചിരിക്കുക. ഈ സഭയുടെ ഉത്തരവാദിത്വം ആർക്കാ? ദൈവദാസനാണോ? നമ്മൾ പറയുമ്പോൾ പറയും ദൈവദാസനാണെന്ന്, അല്ലേ? ആട് പ്രസവിക്കുവോ ഇടയം പ്രസവിക്കുവോ? ആമേൻ. എങ്ങനെയാ? എങ്ങനെയാ? ആരും അനങ്ങുന്നില്ല. സിനിസ്റ്റർ അനങ്ങുന്നില്ലയോ? ആരാ? പെട്ടെന്ന് പറഞ്ഞേ. ആടല്ലേ, ഇടയനല്ല. ആട് പ്രസവിക്കണം. എന്തിനാ? നമ്മുടെ വീട്ടിൽ ഒരാടുണ്ട്. ആമേൻ. ഒരാടിൽ നിന്ന് എത്ര ആടിനെ നമുക്ക് നേടാൻ പറ്റും? ഞാൻ ഒത്തിരി നേടിയതാ. ആമേൻ. ഒരാടിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ കർത്താവ് വിളിച്ചിറക്കിയ സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നപ്പോൾ ഒരു സഹോദരി എനിക്ക് എൻ്റെ ഇളയ മോൻ ഒരു ആടിനെ തന്നതാ. അതിൽ നിന്ന് 7 ആട് കർത്താവ് എനിക്ക് തന്നു. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന ദൈവജനമേ, ആമേൻ, ആ ആടിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നതാണോ? മനുഷ്യരാകുന്ന ആടുകളെ. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ആലയം ശൂന്യമായി കിടക്കുവാനല്ല, ആലയം നിറയേണ്ടതിന് നമ്മൾ ഒരുക്കത്തോടെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ തയ്യാറുള്ളവരായി ഉണർവോടെ നമ്മൾ എഴുന്നേറ്റാൽ നമ്മുടെ ആലയത്തെ നിറയ്ക്കാൻ മതിയായ ഒരു ദൈവമുണ്ട്. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കണം സഭശ്രദ്ധയോടെ. ആമേൻ. ഇന്നു പകൽക്കാലം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. നിന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കാം. നമ്മളോടൊരു വാഗ്ദത്തം കർത്താവ് പറഞ്ഞിട്ടില്ലേ? ദൈവദാസന്മാരിലൂടെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇന്ന് നമ്മൾ കേട്ടില്ലേ? കേട്ടു. നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നു പ്രാർത്ഥിക്കണം. ആമേൻ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം സിനിസിസ്റ്റർ ഭാരത്തോടൊന്നും ഇരിക്കണ്ട. കർത്താവ് ആ വിഷയം പരിഹരിക്കും. ആമേൻ. ആ വിഷയത്തെ കർത്താവ് പരിഹരിക്കും. ആമേൻ. ചില രോഗ വിഷയങ്ങളുണ്ട്. ആമേൻ. മറ്റു വിഷയങ്ങൾ ഞാൻ ദൈവം അനുവദിച്ചാൽ പിന്നീട് പറയാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ ഉണർന്നങ്ങ് പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൃത്യമായി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ലിലി സിസ്റ്ററെ കുറിച്ച് കാണിച്ചു. ആമേൻ. ശ്വാസമുട്ടൽ രോഗമാണെന്ന് ചോദിച്ചാൽ അത് രോഗമല്ല. ആമേൻ. ശത്രുവാകുന്നവൻ ആരാധനയെ കെട്ടുവാൻ മുന്നോട്ട് പോകും, ചിലതിനെ നേടിയെടുക്കും എന്ന് കണ്ടിട്ട് ആത്മാവിനെ ബന്ധിക്കുന്ന ചില വിഷയങ്ങളാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ആ വിഷയത്തെ നമ്മൾ ദൈവകരങ്ങളിൽ കൊടുത്ത് കർത്താവേ അവിടുന്ന് സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ആമേൻ. പറയാൻ തയ്യാറാക്കി വിടുവിക്കാൻ മതിയായ ദൈവമാ. ആമേൻ. ആമേൻ.
നമ്മുടെ ജഡത്തിലെല്ലാം പല വിഷയങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. കുടുംബത്തിലില്ലേ? തലമുറകളിലില്ലേ? ഉണ്ട്. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്ന് പ്രാർത്ഥിക്കണം, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ വാക്യത്തിന്റെ കീപ്പോട്ടൊന്ന് വായിച്ച സിസ്റ്റേ. ആ 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 വരും. മതി. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിൻ്റെ 4-ാം വാക്യം ഇപ്രകാരം വിളിച്ചു പറയുന്നു: നീ തല പൊക്കി ചുറ്റും നോക്കും, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാര് ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. ആമേൻ. ആമേൻ. ദൈവത്തിന് സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ആമേൻ. നമ്മുടെ കൈക്കൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന്, കുടുംബമണ്ഡലത്തിൽ നിന്ന് നഷ്ടമാക്കി കവർന്നു വെച്ചിരിക്കുന്ന ചില നന്മകളെ, ആമേൻ, ചില നന്മകളെ ഈ പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. നന്മകളെ കവർന്നു വെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകളോട് വിട പറഞ്ഞുകൊണ്ട് ഈ ദിനകാലം ആ നന്മകൾ നമ്മുടെ കരകളിലേക്ക് വരുവാൻ, ആമേൻ, പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു. തലമുറകളുടെ നന്മ, ജാതികളുടെ നന്മകൾ നമ്മുടെ കരകളിലേക്ക് വരുവാൻ, തടസ്സമതിക്കുന്ന സകല തടസ്സത്തോട് ഇന്ന് പകൽക്കാലം വിട പറയുവാൻ യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ. ആമേൻ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. വായിച്ച സിസ്റ്റർ അതിന്റെ കുറച്ച് ഭാഗം കൂടെ ഒന്ന് 6 മുതൽ. ആ ആ ആ ആ ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ മുകൾ ഭാഗം ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. ആ ആ മൂടും. ആ വരും. ആ ആ ഘോഷിക്കും. ആ ആ ആ ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചില ആടുകളെ, ചില മുട്ടാടുകളെ, ആമേൻ, എവിടേക്ക് വന്നു ചേരുമെന്ന ഈ സഭയ്ക്കകത്തേക്ക് വന്നു ചേരുന്ന ദിനമായി മാറുവാൻ, ആമേൻ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ നനയ്ക്കാത്ത സ്ഥാനത്തു നിന്ന്, ആമേൻ, ആമേൻ, നമ്മൾക്ക് പോലും നനയ്ക്കാൻ പറ്റാത്ത സ്ഥാനത്തു നിന്ന് ചില വ്യക്തികളെ ഇതിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി വിളിച്ചു പറയുന്നു. ശക്തമായി ഉണർന്നു പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ചില കെട്ടഴിയുവാൻ, ചില ബന്ധനം അഴിയുവാൻ, ചില അന്യാരാധന പോരുകൾ അഴിയുവാൻ, ആത്മമണ്ഡലത്തെ മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞു വാദിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിയുമാറട്ടെ. പ്രാർത്ഥിച്ചവന്റെ കരകളിൽ തരുന്നു കർത്താവേ. ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി ഇടപെടണം. ജനത്തോട് കർത്താവ് ഇടപെടണം, വാസ്തവമായി ഇടപെടണം. ആമേൻ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സിസ്റ്ററെ, ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിച്ചു തരണേ. ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 9:10. ആ ആ
ആമേൻ. ഒന്നുകൂടെ അതിൻ്റെ 11 മുതലൊന്ന് വായിച്ച സിസ്റ്ററെ. അത് പുരുഷാരമറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവനവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. രോഗശാന്തി വേണ്ടാത്തവരാരേലും ഉണ്ടോ? രോഗിയായിരിക്കാൻ ഇഷ്ടമുള്ളവരാരേലും ഉണ്ടോ? ഇല്ല. ആമേൻ. ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ സ്ഥാനത്തിലിരിക്കുന്ന ദൈവജനമേ, ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വ്യക്തമായി വിളിച്ചു പറയുന്നു, അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്ന് അവനവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് ആമേൻ. അപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് അറിഞ്ഞവരാ, അല്ലയോ? നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? ഇതറിയാത്തവര് അനേകരുണ്ട്. ആമേൻ. കർത്താവ് അതിനാ നമ്മളെ ഇന്ന് പകൽക്കാലം ഉണർത്തുന്നത്. എന്തിനാ? നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ആമേൻ. ദൈവരാജ്യം എന്തെന്ന് അറിയാത്തവരുണ്ട്. എല്ലാവരും ചോദിക്കും, നിങ്ങൾ കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഭയങ്കര ആരവാരമൊക്കെ കേൾക്കാം, അത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ആമേൻ. ചോദിക്കുന്നവരില്ലേ? ഉണ്ടോ? ഉണ്ട്. ആമേൻ. ചിലർക്ക് അകത്തേക്ക് വരണമെന്നുണ്ട്, പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ വിടുവോ വിടത്തില്ലയോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ആമേൻ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളൊക്കെ രോഗിയായി തന്നെ ഇരുന്നവരല്ലേ? ആന്ന്. ഇപ്പോഴും രോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ രോഗം കർത്താവ് എന്താ പറഞ്ഞേ? അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയെ തികഞ്ഞു വരും. ആമേൻ. ഇന്ന് പകൽക്കാല രോഗമുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ആമേൻ. കർത്താവ് സൗഖ്യമാക്കാൻ കഴിയാഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ല. ആമേൻ. പക്ഷെ എൻ്റെ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവിക സമാധാനവും ഞാൻ നിനക്ക് തരും, എൻ്റെ കൃപയും ഞാൻ നിനക്ക് തരും. ആമേൻ. നമുക്ക് രോഗമൊക്കെ സൗഖ്യമായി സന്തോഷം പ്രാപിച്ച അനുഗ്രഹമാണ്. നമ്മൾ വീട്ടിലങ്ങ് എന്ത് ചെയ്യും? വീട്ടിലങ്ങ് സിനീസ്റ്റ് പറഞ്ഞ് വീട്ടിലങ്ങ് ഇരുന്ന് പോകുമെന്ന്, അല്ലയോ? ആമേൻ. വീട്ടിലങ്ങ് ഇരുന്ന് പോകും. ആമേൻ. പക്ഷെ നമുക്ക് ഇച്ചിരി പ്രയാസവും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യും? നമ്മൾ ആലയം വിട്ടു പിരിയാതെ എന്തോ ചെയ്യും? ദൈവസാന്നിധിയിൽ പാസ്റ്ററേ ഉപവാസമുണ്ടോ, പാസ്റ്ററേ ഉപവാസമുണ്ടോ എന്ന് ആര് ചോദിക്കും? വിഷയമുള്ളവർ ചോദിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവദാസന് ഈ 3 ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിനത്തിലൊക്കെ പ്രാർത്ഥന വെക്കുവാനോ അല്ല ഉപവാസം വെക്കുവാനോ സാമ്പത്തികം ഏറെ ഉണ്ടായിട്ടാണോ? അല്ല. ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി. ആമേൻ. ഇന്ന് പകൽക്കാലം ഉണർന്നു ജാഗരിക്കുക. എന്തിനാ? നമ്മുടെ ഈ വാഴത്തോപ്പിൻ്റെ പ്രദേശത്ത് ചില പ്രതിബന്ധങ്ങളെ നീങ്ങിപ്പോകുവാൻ. ആമേൻ. പുനലൂരിൻ്റെ പ്രദേശം മുതലാ ദൈവാത്മാവ് കാണിച്ചിരിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ ഒരു 2018 ഇപ്രകാരം ചിലത് കാണിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന കേട്ടവരൊക്കെ ഇവിടെ ഉണ്ട്. ആമേൻ. മാങ്കോടി സഭയ്ക്കകത്തുനിന്ന് വന്ന ദൈവജനത്തോട് ചോദിച്ചാൽ അവർ പറയും. ആമേൻ. ആമേൻ. അന്നും ദൈവാത്മാവ് കാണിച്ചതാ പുനലൂരിൻ്റെ ഭാഗം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചില ദേശങ്ങൾ ദൈവാത്മാവ് കാണിച്ചു. ആമേൻ. ഇതൊക്കെ വരാനാണോ? അല്ല. നമ്മുടെ വാഴത്തോപ്പിൻ്റെ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ നമുക്ക് വേദന വരുമോ? വേദന വരും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വേദന വരുമോ? വരും. അത് വരാനാണോ? അല്ല. ആമേൻ. ആമേൻ. അത് വരുത്തും എന്ന് നമ്മളെ ദൈവാത്മാവ് മുന്നമേ അറിയിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നു പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉണർന്നു പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറായാൽ കർത്താവ് വിടിവിപ്പാൻ മതിയായ ദൈവമാണ്. കഴിഞ്ഞ രാത്രി കാലങ്ങളിൽ ദൈവാത്മാവ് കാണിച്ച ഒരു ദർശനം എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, ആമേൻ, ഒരു ഉരുളുപൊട്ടൽ ഒരു ദേശത്ത് നടക്കുന്നു. ഇപ്പം ഈ നടന്നതൊന്നുമല്ല, ദേശത്ത് നടക്കുന്നു. പക്ഷേങ്കിൽ ഉണർന്നു ദൈവമക്കൾ കരയുക. ആമേൻ. ഉണർന്നു ദൈവമക്കൾ കരഞ്ഞപ്പോൾ ദൈവാത്മാവ് അതെന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്തു നഷ്ടമായാലും ആൾ നഷ്ടം വരാൻ ദൈവം ഇടയാക്കല്ലേ. ആമേൻ. ആമേൻ. ഈ ലോകത്തിൽ ആമേൻ നഷ്ടങ്ങൾ എന്തു വന്നാലും ആ ഭവനത്തിലെ ഒരു വ്യക്തിക്ക് പോലും ഒരാപത്ത് വരുവാൻ ദൈവം അനുവദിക്കല്ലേ. ദൈവാത്മാവ് കാണിച്ചത് വലിയ വലിയ ആനയോളം വലിപ്പത്തിലുള്ള ചില പാറകൾ ഒഴുകി വരുന്നു. അതെങ്ങനെ പോയി? ആമേൻ. നോക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ മഴവെള്ളപ്പാച്ചില് പോലെ അതിൻ്റെ കൂട്ടത്തിൽ പാറയും വെള്ളവും എല്ലാം ആയിട്ട് എങ്ങനെ പോകുന്നു?
ഒരു ദൈവജനത്തിനോ ഒരു ദൈവജനത്തിൻ്റെ ഒരു ഭവനത്തെയോ നഷ്ടമാകാതെ ദൈവം അത് ഒഴുക്കിക്കളഞ്ഞു. ആമേൻ. ഇന്നു പകൽക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിബന്ധത്തെ, ചില രോഗമാകുന്ന, ചില അന്ധകാരമാകുന്ന നന്മയുടെ കെട്ടുകൾ, സമാധാനത്തിന്റെ കെട്ടുകളെ എങ്ങനെ ഒഴുക്കണമെന്ന് ചോദിച്ചാൽ ഇന്നു പകൽക്കാലം നമ്മൾ ഉണർന്നു പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ എന്റെ ദൈവം ഇപ്രകാരം വിളിച്ചു പറയുന്നു. അതൊരു മഴവെള്ളപ്പാച്ചിൽ പോലെ കുടുംബത്തെ തൊടാതെ, ഒരു വ്യക്തിയെ തൊടാതെ, ആമേൻ, അതൊഴുക്കി മാറ്റിക്കളയുവാൻ എന്റെ സ്വർഗത്തിലെ അപ്പന് കഴിയും. ഇന്നു പകൽക്കാലം ഉണർന്നു പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമ്മൾ കാത്തിരിക്കണം. ആമേൻ, ആമേൻ. ഉണർവോടെ, ആമേൻ, ആത്മാവിൽ ഉണർവോടെ നമുക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഒരാളെ കൂടെ നേടിയെടുക്കുവാൻ, ദേശത്തിനു വേണ്ടി കരമുയർത്തി പ്രാർത്ഥിപ്പാൻ. കോവിഡ് വന്ന കാലത്ത്, ആമേൻ, ഡൽഹിയുടെ ഭാഗത്തുനിന്ന് ഒരു ദൈവദാസൻ വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ എന്താ ഈ കഷ്ടം വന്നത്? ആമേൻ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറ്റാരുമല്ല, ഒരു CBI ഓഫീസറാ. വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ ഇതെന്താ ഈ കഷ്ടം? പറഞ്ഞു, ആമേൻ, അന്നു രാത്രി ദൈവം, ഞാൻ പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് പറയാം. ആമേൻ, പ്രാർത്ഥിച്ചിട്ട് എന്താ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ദൈവാത്മാവ് ഇപ്രകാരമാ പറഞ്ഞത്. ദൈവജനത്തിന്റെ, ആമേൻ, ആമേൻ, ആർക്കും സ്തോത്രം വരുന്നില്ല. ദൈവജനത്തിന്റെ നന്മ കൊണ്ടാണോ ആ കഷ്ടം വന്നത്? അല്ല, ദൈവജനം എന്ന് പറയുന്ന വ്യക്തികൾ തന്നെ, ആമേൻ, ദൈവഹിതമല്ലാത്ത ചില പ്രവൃത്തികൾ ചെയ്തത് ദൈവത്തിന് സഹിക്കാവതല്ല. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ, ആമേൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ ഇന്ന അമേരിക്ക, ഇന്ന രാജ്യങ്ങളൊക്കെ, ആ വ്യക്തി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല, കാരണം അവരുടെ ഭാഷകളൊക്കെ അങ്ങനെയല്ലേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നോട് ചോദിച്ചു, സിസ്റ്ററെ, ആമേൻ, ഇതിനെന്ത് ചെയ്യണം? ആമേൻ, ദൈവജനത്തെ ദൈവം കരുതണമെങ്കിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞോ? സഭയ്ക്കകത്ത് പറഞ്ഞതാ. ആമേൻ, സഭയ്ക്കകത്ത് പറഞ്ഞതാ. നമ്മുടെ സഭയ്ക്കകത്ത് വന്ന വ്യക്തിയാ. ആമേൻ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഒരു ദൈവജനത്തിന്റെ ഭവനത്തിനകത്ത് ആ പ്രതികൂല ഈശാന മൂലക്കാറ്റുകൾ ആഞ്ഞടിച്ചോ? ഇല്ല. ആമേൻ. ആ കാറ്റ് വന്നുവെങ്കിലും ദൈവാത്മാവ് എന്ത് ചെയ്തു? അതൊഴിച്ചു മാറ്റി വിടുവാനിടയായി തീർന്നു. ആമേൻ. അപ്രകാരം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളെ ഉണർത്തിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ താമസിക്കുന്ന ഏരിയൊക്കെ നമുക്ക് തോന്നും, കാഴ്ചയിൽ നമുക്ക് സുരക്ഷിതം തോന്നും. അല്ല, ആമേൻ, നമ്മൾ സുരക്ഷിതരല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവജനമേ, നമ്മൾ മറ്റുള്ള ദേശത്തെ നോക്കിയിട്ട്, കർത്താവേ, ഈ അനുഭവം എന്റെ ദേശത്ത് വന്നാൽ, എന്റെ ജനത്തിന്റെ നടുവിൽ വന്നാൽ എന്തായി തീരും എന്ന് ദൈവസ്ഥാനത്തിൽ നിലവിളിക്കുവാൻ തയ്യാറായാൽ എന്റെ ദൈവം ഇപ്രകാരം വിളിച്ചു പറയുന്നു, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകളെ, ദുരാത്മാവിന്റെ പോരുകളെ ഇന്ന് പകൽക്കാലം ദൈവം അത് ഒഴിച്ചു മാറ്റി, അറുത്തു മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഉണർവോടെയായിരിക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം ഉണർവോടെ ജാഗരിച്ചു നമ്മൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ നമ്മളെ, നമ്മുടെ കുടുംബത്തെയും കരുതുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാ. ആമേൻ. കരുതുന്ന ദൈവമാ. ആമേൻ. ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തി. ആമേൻ. മറ്റാർക്കും സഹായിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കോ, നമ്മൾ ഉന്നതന്മാരെ നോക്കിപ്പോയാലോ, അല്ലെ മറ്റുള്ള പദവികളുള്ളവരെ നോക്കിപ്പോയാലോ, ഇവർക്കാർക്കും കഴിയാത്തതായ ഒരു കരം സ്വർഗത്തിൽ നിന്ന് നമുക്കായി വരും. ആമേൻ. ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. യഹോവയെങ്കിൽ നല്ലാതെ നമ്മളെ വിടുവിപ്പാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കുന്ന ദൈവജനമേ, നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. എന്തിനാ? കർത്താവേ, ഇനി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവിഷ്ടപ്രകാരം ജീവിപ്പാൻ, ദൈവിഷ്ടപ്രകാരം നടപ്പാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാൻ, ആത്മമണ്ഡലത്തിലേക്ക് നയിക്കുവാൻ. ആമേൻ. കർത്താവേ, അങ്ങ് തന്ന കൃപ പ്രകാരം, ആമേൻ, അത് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൃപയുടെ മറവിൽ നിൽക്കുവാൻ കർത്താവിനെ കൃപയാക്കണമേ. ആമേൻ. നമ്മളെ, നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, നമ്മുടെ സഭയ്ക്കകത്തുള്ളവരെ മാത്രമല്ല, നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മൾ ഉണർന്നു പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആമേൻ. യോവേൽ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, എടുക്കേണ്ട അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കും. അന്ത്യകാലമായി വരുമ്പോൾ, ആമേൻ. എന്നാൽ നമ്മൾ മറ്റുള്ളവർ ചോദിക്കും, ഇത് അന്ത്യകാലമാണോ? അല്ല, ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭവാ. ഇപ്പോഴേ നമ്മൾ ഉണർന്നു പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, ആമേൻ, ആമേൻ, വലിയ അനർത്ഥത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. ആമേൻ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാ, നമ്മുടെ ഭവനം സുരക്ഷിതരാ. ആമേൻ. അല്ല, ഒരിക്കലുമല്ല. ഒരു ഭൂകമ്പമുണ്ടായാൽ, ഒരിടിമുഴക്കമുണ്ടായാൽ, ആമേൻ, അവിടെ ഉരുള് പൊട്ടണോ? വേണ്ട. എത്രയോ പേർ മഴ പെയ്ത്, ആമേൻ, ഇടിമിന്നലിലൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു.
ആമേൻ. അതിന്റെ നടുവിലൂടൊക്കെയും നടന്ന നമ്മളെ സുരക്ഷിതരായി വെച്ച നമ്മുടെ ആരോഗ്യമാണോ, നമ്മുടെ കഴിവാണോ, നമ്മുടെ മിടുക്കാണോ? അല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ, ദയ, വിശ്വസ്തത ഒന്നു മാത്രമാ. ഇന്ന് പകൽക്കാലം ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവജനം ഉണരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആമേൻ. നമ്മുടെ ജഡത്തിൽ കഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നമ്മൾ ഉണരേണം. ആമേൻ. ആത്മാവിൽ പോരാടേണം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ഒന്നിപ്പിച്ചത് വെറുതെയല്ല. ആമേൻ. ഈ ഒരു പ്രാർത്ഥന കർത്താവ് തന്നത് വെറുതെയല്ല, അത് വെറുതെയായി പോകുവാനല്ല. ആത്മാവിൽ നമുക്ക് ഉണരേണ്ടത് ആവശ്യമാണ്. കർത്താവേ, ദേശത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് തന്ന തിരുവചന പ്രകാരം ദൈവപാദപീഠത്തിൽ കേട്ട ദൂത് പ്രകാരം ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ ഞങ്ങളെ തന്നെയും താഴ്ത്തി ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, ദേശക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഈ പകൽക്കാലം അത് അങ്ങനെ ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സിസ്റ്റർ, അതിന്റെ വാക്യങ്ങൾ 1-2 വാക്യം കൂടെ ഒന്ന് താഴോട്ട് വായിക്കാം. ആ ആ ആ ആ ആ ആ സിസ്റ്റർ, അതിൻ്റെ 21 വായിച്ചേ. 21 വായിച്ചു വിട്. അവിടെ വരും വായിച്ചു വിടാം. ഈ വാക്കുകൾ അതിൻ്റെ 21 സിസ്റ്റർ. 28 21 28. ആ ആ ആ ആ ആ മതി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. അതിൻ്റെ മുകൾ ഭാഗം 25 വായിച്ചു തരുമോ? ആ സർവലോകം നേടിയിട്ട് ആ ആ ആ ആ ആ ആമേൻ. മതി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം നമുക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മളെ നാണിച്ചാൽ എന്തുണ്ടാകുമെന്നാ പറഞ്ഞത്? അവിടെ ഒന്നുറച്ച് ലക്ഷ്മിയുടെ കൈ പുസ്തകം ഇല്ലയോ? ആ ആ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്തു പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ വിശുദ്ധന്മാരുമായി മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. നമ്മൾ എഴുന്നേറ്റ് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ഒന്ന് പാടാൻ, ഒന്ന് പ്രാർത്ഥിപ്പാൻ, ഒന്ന് ആരാധിപ്പാൻ, ഒന്ന് വചനം ശുശ്രൂഷിപ്പാൻ പറഞ്ഞാൽ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഒന്നുമല്ല. എഴുന്നേൽക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ നാവോട് കൂടെ അങ്ങിരിക്കും. ആമേൻ. ഇത് പഠിച്ച് ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? PhD ഒന്നും എടുക്കണ്ട. വേണോ? വേണ്ട. ദൈവപാദപീഠത്തിലൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ആമേൻ. ദൈവപാദപീഠത്തിലൊന്ന് ഇരുന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ ആമേൻ, നമ്മളെ ഒന്ന് പുതുക്കത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ഇരിക്കുന്നത് ദൈവത്തിന്റെ പാദപീഠത്തിൽ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി വായിച്ചേ സിസ്റ്ററെ. എന്നാൽ ദൈവരാജ്യം ആ ആ ആ ആ മാറി. ആ ആ ആ ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം ദൈവപാദപീഠത്തിലിരിക്കുന്ന ദൈവജനമേ, ആമേൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാവം മാറും, അല്ലേ? ആമേൻ. ദൈവ തേജസ് അനുഭവിച്ച ദൈവജനം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ എന്തുമാറും? നമ്മുടെ സ്ഥിതി ഒന്ന് മാറ്റും.
സഹോദരി വായിച്ചത് തെറ്റായിട്ടല്ല, സോറി. കാരണം എനിക്ക് നന്നായിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് ഒന്ന് ഉറച്ചു വായിക്കാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ വചനങ്ങളെ ഇപ്പോൾ നമ്മൾ വായിച്ചതായ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം ആരംഭം മുതൽ നമ്മുടെ ഭവനത്തിൽ പോയിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച്, ആമേൻ, അതിന്മേൽ കരം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അവസ്ഥയ്ക്ക് കർത്താവ് ഭേദം വരുത്തും. ആമേൻ. ഈ പകൽക്കാലം നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. നമ്മുടെ ഭാവം മാറ്റുവാൻ, ആമേൻ, നമ്മുടെ രീതികൾ മാറ്റുവാൻ, പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറ്റുവാൻ. ആമേൻ. നമ്മളെന്നും ചടങ്ങ് പ്രാർത്ഥനക്കാരുണ്ട്, അല്ലയോ? ഇവിടെ ഇരിക്കുന്ന ദൈവജനമായിരിക്കത്തില്ല. ആമേൻ. എനിക്ക് തോന്നുന്നു വഴിയോരത്തൂടെ പോകുന്നവരായിരിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. നമ്മൾ പാരമ്പര്യം പറയുന്നവരല്ല, ആണോ? ഓരോ വിഷയത്തിനും ദൈവസ്ഥാനത്തിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കുന്നവരാ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വക ജാതികൾ നീങ്ങിപ്പോകത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്ന ദൈവജനമേ, ആമേൻ, ദൈവസ്ഥാനത്തിൽ ഒന്ന് താണുകൊടുക്കണം. ആമേൻ. നമ്മുടെ ഭാവം മാറുവാൻ, രീതി മാറുവാൻ, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയിലുണ്ട്. ആമേൻ. സിസ്റ്ററെ അവിടെ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, അതിൻ്റെ 28 മുതൽ ഒന്നുകൂടെ വായിച്ചേ. ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവര് കയറിപ്പോയി. പ്രാർത്ഥിച്ചതാരാ? നമ്മുടെ കർത്താവായ യേശു. ആമേൻ. പ്രാർത്ഥിപ്പാൻ കയറിപ്പോയപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം വായിച്ചേ, അവിടെ ഒന്നുകൂടെ വായിച്ചേ സിസ്റ്റേ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശെ ഏലിയാവും തന്നെ. ആമേൻ. ഇന്നു പകൽക്കാലം മോശെ ഏലിയാവും തമ്മിൽ സംഭാഷിക്കുന്നത് ആര് കണ്ടു? ആമേൻ. ദൈവജനം. ഇന്നു പകൽക്കാലം നമ്മളും അപ്രകാരമായി തീരണം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ദൈവപാദപീഠത്തിലിരിക്കുന്ന ദൈവജനമേ, ആമേൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ. എങ്ങനെ ശക്തിപ്പെടുത്തുവാൻ? ജഡത്തിൽ പോഷിപ്പിക്കാനല്ല, ആത്മാവിൽ പോഷിപ്പിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി നമുക്കായി ഉള്ളതുകൊണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളെ കരുതുന്ന ദൈവമാകിയാൽ സകല ചിന്താകുലകൾ എന്റെ മേലിട്ടുകൊള്ളുക. ഞാൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് എന്റെ ബലമുള്ള കരത്തിൻ കീഴെ താണിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. കർത്താവ് നമ്മളെ കരുതും. ആമേൻ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ, സഭകളെ, സഭാമക്കളെ, ദേശത്തെ ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, സകലരെയും കരുതുവാൻ സ്വർഗത്തിലെ അപ്പന് കഴിയും. ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ദൈവം നമ്മളെ വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. അവിടെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു വിടാം. ആ കണ്ടു. ആമേൻ. മതി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, ആമേൻ, നിൽക്കുന്ന അവസ്ഥകൾ ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇതിന്റെ അകത്തളങ്ങളിൽ വന്നവരെ ആരെയും കർത്താവ് വെറും കൈയോട് അയക്കുവാനല്ല. ഇന്ന് പകൽക്കാലം വിടുതലോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ ദൈവതേജസ് അനുഭവിച്ചറിയുന്നവരായി വണങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ, നമ്മുടെ നടുവിൽ ഉലാവുന്നതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, രോഗികളെ സൗഖ്യം പ്രാപിപ്പാൻ, ഭൂതഗ്രഹസ്ഥർ വിടുവിക്കപ്പെടുവാൻ, ശാപഗ്രഹസ്ഥർ വിടുവിക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുള്ളതിനായി സ്തോത്രം. ആരാധനയിൽ മുന്നേറുവാൻ കഴിയാതെ, വചന വായനയിൽ മുന്നേറുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ എന്റെ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ സ്ഥിതി മാറ്റും.
ആമേൻ. ഞാൻ നിന്റെ സ്ഥിതി മാറ്റും. ആമേൻ. ഇന്നു പകൽക്കാലം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയിലുണ്ട്. ആമേൻ. ഈ പകൽക്കാലം ദൈവപാദപീഠത്തിലായിരിക്കുന്ന ദൈവജനമേ, നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. ആമേൻ. ഇത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവവചനമാ നിൽപ്പാൻ കർത്താവ് സഹായിച്ച നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭയ്ക്കായി ദൈവദാസനുമായി കർത്താവെ നൽകപ്പെട്ട ദൈവമക്കൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് താണിരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവം നൽകിയ നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ജീവിതത്തിൽ അലതല്ലുമ്പോൾ ദൈവഭക്തനായ ദാവീദ് ദൈവസനിൽ കണ്ടെത്തിയത് ദൈവത്തിൻ്റെ പാദവിടവാണ്. ജീവിതത്തിൽ ഏത് വിഷയത്തിന് പരിഹാരം തരുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. ആ പാദപീഠത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നവനെ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടച്ചാട്ടെ. ദൈവത്തോട് നല്ല വചനം, നല്ല ദൈവികാലോചന ദൈവതമ്പുരാൻ നമ്മെ കേൾപ്പിച്ച ദൈവകൃപയോർത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ ദൈവം കേട്ട ആലോചനയ്ക്ക് പിന്നിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നമ്മളോട് ഇടപെടുവാൻ, ദൈവം നമ്മോട് സംസാരിപ്പാൻ നാം പ്രാർത്ഥിക്കാം. ആമേൻ. നാം പിന്നെ കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കാം. എൻ്റെ ശുശ്രൂഷ മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സാലിമാമ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.